ഇപ്പോൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയിൽ മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള വിധി ഇന്നുണ്ടാകില്ല. പിന്നീട് വിധി പറയുന്നത് പിന്നീടായിരിക്കും എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. വിധി പറയുന്നത് മാറ്റിവെച്ചിരിക്കുന്നു പത്തനംതിട്ട കോടതി. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം അല്പസമയത്തിനകം. വിധി പറയുന്നത് ഈ മാസം 28ലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജാമ്യാപേക്ഷയിൽ വിധി പറയുക ഈ മാസം 28-നാണ്. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ഈ മാസം 28-ന് ആയിരിക്കും വിധി പറയുക. അതായത് ഇനി 3 ദിവസം കൂടി കഴിഞ്ഞായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയിൽ വിധി വരാനിരിക്കുന്നത്. ഷിജോ കുര്യൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. ഷിജോ, പറയൂ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്നിപ്പോൾ വിധി ഉണ്ടാകില്ല എന്നുള്ള തീരുമാനം പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി എടുത്തിരിക്കുന്നു. ഈ മാസം 28-ാം തീയതി ആയിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി വിധി പറയുക. നമുക്ക് നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരുപക്ഷെ ഇന്നിപ്പോൾ വിധി ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നുള്ളത്. കഴിഞ്ഞ ദിവസം രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വാദം പൂർത്തിയായതാണ്. അതിനുശേഷം ഇന്ന് വിധിയുണ്ടാകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജഡ്ജിക്ക് ചില ക്ലാരിഫിക്കേഷൻ ആവശ്യമായി വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് വിധി പറയുന്നത് 28-ാം തീയതിയിലേക്ക് മാറ്റിയത് എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് നിലവിൽ കോടതിയിൽ നിന്ന് ലഭിക്കുന്നത്. നിലവിൽ എന്തായാലും മാവേലിക്കര സ്പെഷ്യൽ അതായത് ഈ കേസിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗമല്ല, ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണ് തനിക്ക് ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീയുമായി ഉണ്ടായിരുന്നത് എന്നാണല്ലോ രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചത്. മാത്രമല്ല ഇലക്ട്രോണിക് തെളിവുകൾ ഉൾപ്പെടെ ഈ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ വേണമോ ഈ വിധി പറയാൻ ഉള്ള തീയതി മാറ്റിയതിൽ എന്തെങ്കിലും ഇതുമായി ബന്ധമുണ്ടോ? എന്തെങ്കിലും വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ടോ? GK അതൊന്നും സംബന്ധിച്ച് കുറച്ചുകൂടി കഴിയുമ്പോൾ അഭിഭാഷകനടക്കം പ്രതികരണം നമുക്കെടുത്ത് അതിനകത്ത് കൂടുതൽ വ്യക്തത വരുത്താൻ കഴിയും. സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. രാഹുലിന്റെ അഭിഭാഷകർ വാദിച്ചിരുന്നത് ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ്, ഒരു തരത്തിലും ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പ്രോസിക്യൂഷൻ അവർ കോടതിയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകളടക്കം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് നിലവിൽ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. സ്വാഭാവികമായിട്ടും അത് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് വരുമ്പോൾ പ്രതിഭാഗം ഉന്നയിക്കുന്ന കാര്യങ്ങൾക്കപ്പുറത്തേക്ക് അതിനെ ഖണ്ഡിക്കാൻ കഴിയാവുന്ന തെളിവുകളും മറ്റു കാര്യങ്ങളും ഒക്കെ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഷിജോ, പ്രോസിക്യൂഷൻ പ്രധാനമായും വാദിച്ചത് ഈ വളരെ ക്രൂരമായ പീഡനം ഈ പെൺകുട്ടി നേരിട്ടുവെന്നും സമാനമായി ഇത്തരത്തിലുള്ള 2 കേസുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ട് എന്ന കാര്യവുമല്ലേ? അങ്ങനെ തന്നെയാണ്. കാരണം അതിക്രൂരമായിട്ടുള്ള ബ്രൂട്ടലായിട്ടുള്ള പീഡനത്തിനാണ് ഈ പെൺകുട്ടി വിധേയമായിട്ടുള്ളത്. ആ പെൺകുട്ടിയുടെ പരാതിയിൽ തന്നെ പറയുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ മുറിയിലേക്ക് വന്ന് കയറിയതിന് പിന്നാലെ അതിക്രൂരമായിട്ടുള്ള ബലാത്സംഗത്തിനെ തന്നെ ഇരയാക്കുകയാണ് ചെയ്തത്. തന്റെ സമ്മതമോ അല്ലെങ്കിൽ തന്റെ ഒരു കൺസെന്റോട് കൂടി അല്ല തന്നെ ഈ ലൈംഗിക ബന്ധത്തിലേക്ക് ക്ഷണിച്ചത്. ആ രീതിയിലുള്ള കാര്യങ്ങൾ പെൺകുട്ടി കൃത്യമായിട്ട് കോടതിയിലും പോലീസിലും വിവരിച്ച് നൽകിയതാണ്. സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടിയുടെ മൊഴി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പ്രതിഭാഗം കോടതിയിൽ വാദിച്ചെങ്കിലും ഈ പെൺകുട്ടി പരാതിയിൽ പറയുന്ന കാര്യങ്ങൾക്ക് വസ്തുതയുണ്ട്. അതിന് അടിസ്ഥാനപരമായിട്ട് അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ കൂടി പ്രോസിക്യൂഷന് കോടതിയിൽ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ അന്വേഷണവുമായിട്ട് ഒരു തരത്തിലും രാഹുൽ സഹകരിക്കാത്ത ഒരു സാഹചര്യങ്ങൾ കൂടിയുണ്ട്. കാരണം ജനപ്രതിനിധി ആയതുകൊണ്ട് തന്നെ എല്ലാം തന്റെ അഭിഭാഷകൻ പറഞ്ഞുകൊള്ളും എന്നുള്ള മറുപടി മാത്രം പറഞ്ഞുകൊണ്ട് അന്വേഷണത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് നിസ്സഹകരിക്കുന്ന ഒരു സമീപനമാണ് രാഹുൽ സ്വീകരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഘട്ടത്തിൽ ജാമ്യം കിട്ടിയാൽ രാഹുൽ ഏതെങ്കിലും തരത്തിൽ സാക്ഷികളെയോ അല്ലെങ്കിൽ തെളിവുകളോ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തൽ കൂടി അല്ലെങ്കിൽ അങ്ങനെ ഒരു വാദം കൂടി പ്രോസിക്യൂഷൻ കോടതിയിൽ വെച്ചിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ കോടതിയുടെ മുമ്പാകെ വരികയും ചെയ്തതാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരുപക്ഷെ കോടതി ഇത് വിധി പറയാൻ വേണ്ടി മാറ്റിയത് എന്നുള്ള ഒരു വിവരം നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അത് സംബന്ധിച്ചുകൊണ്ട് കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് കോടതിയുടെ ഒരു വ്യക്തത എന്താണ് കോടതിയിൽ ഈ രീതിയിൽ കോടതി വിധി മാറ്റിവെക്കാനുള്ള സാഹചര്യം ഉണ്ടായെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അഭിഭാഷകർ തന്നെ നമുക്ക് ഒരു വ്യക്തത ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ മാസം 28-ാം തീയതി വരെ രാഹുൽ ഇനിയും ജയിലിൽ തുടരേണ്ടി വരും. നിലവിൽ ഇന്ന് വരെയാണ് രാഹുലിന്റെ റിമാൻഡ് കാലാവധി ഉണ്ടായിരുന്നത്. പക്ഷേ ജാമ്യം നേരത്തെ നിഷേധിച്ചതുകൊണ്ട് ഈ കേസിൽ 2 ആഴ്ചയായി രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ തുടരുകയാണ്. വിധി പറയുന്നത് ഈ മാസം 28ലേക്ക് മാറ്റിയിരിക്കുന്നു. ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജാമ്യാപേക്ഷയിൽ വിധി ഈ മാസം 28 ആയിരിക്കും പറയുക. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ മാസം 28-ന് വിധി പറയുക. ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കാനുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വിധി പറയുന്ന തീയതി മാറ്റിയിരിക്കുന്നത് എന്നാണ് ഷിജോ കുര്യൻ ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകൻ കോടതിയിൽ ചില ഇലക്ട്രോണിക് രേഖകൾ കൈമാറിയിട്ടുണ്ടെന്നും ഇത് ബലാത്സംഗമല്ല, ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് ഇരുവർക്കുമിടയിൽ ഉണ്ടായതെന്ന കാര്യമാണ് കോടതിയെ ബോധിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ അതിക്രൂരമായ പീഡനം ഈ പെൺകുട്ടിക്ക് ഏൽക്കേണ്ടി വന്നുവെന്നും സമാനമായ കുറ്റകൃത്യം
കുറ്റകൃത്യം രാഹുൽ ഇതിനു മുൻപ് 2 പരാതികളിൽ നടത്തിയിട്ടുണ്ട് എന്ന കാര്യമൊക്കെ കോടതിയിലെ ശ്രദ്ധയിലേക്ക് പ്രോസിക്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം സമഗ്രമായി പരിശോധിച്ച ശേഷമായിരിക്കും ജാമ്യാപേക്ഷയിൽ കോടതിയുടെ വിധി ഉണ്ടാവുക. അത് ഏതാണ്ട് 28-ാം തീയതിയിലേക്ക് കോടതി മാറ്റിവെച്ചിരിക്കുന്നു. 3 ദിവസം കൂടി ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയിന്മേലുള്ള തീർപ്പ് എന്താണെന്ന കാര്യത്തിൽ വ്യക്തത വരാൻ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ തുടരുന്നത് 2 ആഴ്ചയായി ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ഷിജോ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.